ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്ററായ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാപ്സ്, ഭൂപടങ്ങളുടെ പൊരുൾ തേടി. ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അതായത് ഈ യൂണിറ്റിലെ ലെറ്റസ് സക്സസ്, അതായത് ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്തുള്ള ലെറ്റസ് സക്സസ് എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ യൂണിറ്റിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ട് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും ഈസി ആയിട്ട് ഇത് നോട്ട്സ് എഴുതാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവനും. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് വൃത്തിയായിട്ട് ഈ യൂണിറ്റിന്റെ നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. What are the things used Columbus to know the route for his first voyage? കൊളംബസ് തന്റെ ആദ്യ യാത്രയിൽ വഴിയറിയുന്നതിനായി എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചത്? ആൻസർ: In order to know the route, Columbus and his team traveled with a large leather-wrapped globe on which places were marked. They also used another sphere to mark the location of stars. അതായത് ഈ യാത്രയിൽ വഴിയറിയുന്നതിനായി വലിയൊരു ഗോളം തുകൾ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. In order to know the route, Columbus and his team traveled with a large leather-wrapped globe on which places were marked. They also used another sphere to mark the location of stars. മാത്രമല്ല, നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും അവർ ഉപയോഗിച്ചു. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൊളംബസ് തന്റെ ആദ്യ യാത്ര നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Why did Columbus lose his route? എന്തുകൊണ്ടാണ് കൊളംബസിന് അദ്ദേഹത്തിന്റെ യാത്ര നഷ്ടപ്പെട്ടത്? എന്ന് വെച്ചാൽ ആ യാത്ര, അദ്ദേഹത്തിന്റെ ആ റൂട്ട് നഷ്ടപ്പെട്ടത്. എങ്ങനെയാണ് കൊളംബസിന് അദ്ദേഹത്തിന്റെ ആ യാത്ര ഫെയിൽഡ് ആയത് എന്ന് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ യാത്ര നഷ്ടമായത് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ആൻസർ: ദിസ് വാസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ആക്യുറേറ്റ് മാപ്സ് ആൻഡ് അതർ നാവിഗേഷണൽ എയ്ഡ്സ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് കൊളംബസിന് അദ്ദേഹത്തിന്റെ യാത്ര പരാജയപ്പെട്ടത്. ദിസ് വാസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ആക്യുറേറ്റ് മാപ്സ് ആൻഡ് അതർ നാവിഗേഷണൽ എയ്ഡ്സ്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 3. When did Magellan start his voyage to travel around the world? എപ്പോഴാണ് മഗല്ലൻ ലോകം ചുറ്റാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത്? ആൻസർ: In 1519, 1519 മഗല്ലൻ തന്റെ ലോകം ചുറ്റിയുള്ള സഞ്ചാരം അല്ലെങ്കിൽ യാത്ര ആരംഭിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 4. How long did Magellan and his team take to travel around the world? മഗല്ലനും കൂട്ടുകാരും അല്ലെങ്കിൽ മഗല്ലനും അദ്ദേഹത്തിന്റെ ടീമും എത്ര സമയമെടുത്തു? ലോകം ചുറ്റാൻ വേണ്ടി എത്ര നാളെടുത്തു? മഗല്ലന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മഗല്ലന്റെയും കൂട്ടരുടെയും യാത്ര, ലോകം ചുറ്റുവാനുള്ള യാത്ര എത്ര നാൾ നീണ്ടു നിന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. ആൻസർ: about 3 years. 3 വർഷത്തോളം. എന്താണ്? about 3 years. 3 വർഷത്തോളം നീണ്ടു നിന്നു മഗല്ലന്റെയും കൂട്ടരുടെയും യാത്ര. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5. When did Abhilash Tomy start his voyage to travel around the earth? അഭിലാഷ് ടോമി അദ്ദേഹത്തിന്റെ യാത്ര, ഭൂമിയെ ചുറ്റാനുള്ള അദ്ദേഹത്തിന്റെ യാത്ര അഭിലാഷ് ടോമി എപ്പോഴാണ് ആരംഭിച്ചത്? ആൻസർ: 2012 നവംബർ. 2012 നവംബറിലാണ് അഭിലാഷ് ടോമി അദ്ദേഹത്തിന്റെ യാത്ര ഫസ്റ്റ് വോയേജ് നടത്തിയത്. 2012 നവംബർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. How much time did Abhilash Tomy to complete his journey around the world? How much time did Abhilash Tomy? എത്ര സമയമെടുത്തു അഭിലാഷ് ടോമി എന്തിന്? To complete his journey around the world. ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി എത്ര സമയം എടുത്തു? ആൻസർ: 150 days. 150 ദിവസം. വെറും 150 ദിവസം കൊണ്ടാണ് അഭിലാഷ് ടോമി തന്റെ ലോകം ചുറ്റിയുള്ള ആ യാത്ര പൂർത്തിയാക്കിയത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. What were the factors that helped him to complete his journey? ഇവിടെ ഹിം എന്നുള്ളത് അഭിലാഷ് ടോമി എന്നാക്കണം. അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഹിം എന്നുള്ളത് അഭിലാഷ് ടോമി എന്നാക്കണം. അപ്പൊ എങ്ങനെ വരും? What were the factors that helped അഭിലാഷ് ടോമി to complete his journey? എന്തൊക്കെ ഘടകങ്ങളാണ് അഭിലാഷ് ടോമിയെ സഹായിച്ചത് എന്തിന്?
അദ്ദേഹത്തിന്റെ യാത്ര പൂർത്തിയാക്കാൻ. അപ്പം യാത്ര പൂർത്തീകരിക്കുവാൻ അഭിലാഷ് ടോമിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ആൻസർ: ആക്യുറേറ്റ് മാപ്സ് ആൻഡ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ്. കൃത്യമായ ഭൂപടങ്ങളും ആധുനിക ഉപകരണങ്ങളും അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളും. അപ്പം ആക്യുറേറ്റ് മാപ്സ് ആൻഡ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ്, കൃത്യമായ ഭൂപടങ്ങളും ആധുനിക സംവിധാനങ്ങളും അല്ലെങ്കിൽ ആധുനിക ഉപകരണങ്ങളും എന്നെഴുതിയാൽ ശരിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് അഭിലാഷ് ടോമിയെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി സഹായിച്ചത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. ലിസ്റ്റ് ദ ഫീൽഡ്സ് വേർ മാപ്സ് ആർ യൂസ്ഡ്. ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന മേഖലകൾ ലിസ്റ്റ് ചെയ്യുക. ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന മേഖലകൾ ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാന്ന് നോക്കാം. ലേണിംഗ്, ഫസ്റ്റ് വൺ ലേണിംഗ് ജിയോഗ്രാഫി, ഭൂമിശാസ്ത്ര പഠന മേഖല. ലേണിംഗ് ജിയോഗ്രാഫി, ഭൂമിശാസ്ത്ര പഠന മേഖല. അടുത്തത് ഡിഫൻസ്, പ്രതിരോധ മേഖല. അടുത്തത് ടൂറിസം, വിനോദസഞ്ചാര മേഖല. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ, ഭരണ നിർവഹണ മേഖല. എന്താണ്? ഭരണ നിർവഹണ മേഖല, അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് ട്രാൻസ്പോർട്ട്, ഗതാഗത മേഖല. അടുത്തത് അഗ്രികൾച്ചർ, കാർഷിക മേഖല. അടുത്തത് ഇൻഡസ്ട്രി, വ്യാവസായിക മേഖല. സോ ദീസ് ആർ ദ ഫീൽഡ്സ് വേർ മാപ്സ് ആർ യൂസ്ഡ്. മാപ്സ് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫീൽഡ്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ലേണിംഗ് ജിയോഗ്രാഫി, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി. ക്ലിയർ ആയല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ലിസ്റ്റ് ഹൂ എൽസ് അതർ ദാൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് യൂസ് മാപ്സ്. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കൂടാതെ മറ്റാരെല്ലാമാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? എന്താണ്? വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂടാതെ മറ്റാരൊക്കെയാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? നോക്കാം. ഇൻഡസ്ട്രിയലിസ്റ്റ് ആരാണ്? വ്യവസായികൾ. ഹിസ്റ്റോറിയൻസ് ആരാണ്? ചരിത്രകാരന്മാർ. പൈലറ്റുകൾ. അടുത്തത് ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ് എന്ന് വെച്ചാൽ കപ്പിത്താന്മാർ. ഇനിയുണ്ട് ടൂറിസ്റ്റ് അല്ലെ, വിനോദസഞ്ചാരികൾ. സോൾജിയേഴ്സ്, പട്ടാളക്കാർ. ജിയോഗ്രാഫേഴ്സ് ആരാണ്? ഭൂമിശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ ഭൗമശാസ്ത്രജ്ഞർ. അടുത്തത് ബിസിനസ്മാൻ ആരാണ്? കച്ചവടക്കാർ, വ്യാപാരികൾ. നോക്കൂ എത്ര പേരാണ് അല്ലെ, ടീച്ചേഴ്സിനെയും കുട്ടികളെയും കൂടാതെ മാപ്സ് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയലിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, പൈലറ്റ്സ്, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ്, ടൂറിസ്റ്റ്, സോൾജിയേഴ്സ്, ജിയോഗ്രാഫേഴ്സ്, ബിസിനസ്മാൻ. ക്ലിയർ ആയല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് മാപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഓൾഡസ്റ്റ് മാപ്പ്? ഏത് ഭൂപടമാണ് ഏറ്റവും പഴക്കം ചെന്ന ഭൂപടം? ഏത് ഭൂപടമാണ് ഏറ്റവും പഴക്കമുള്ളത്? വിച്ച് മാപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഓൾഡസ്റ്റ് മാപ്പ്? ആൻസർ നോക്കാം. ദ മെസോപ്പൊട്ടേമിയൻ പ്ലേറ്റ്സ് പ്രിപ്പയർഡ് ഓൺ ബേക്ക്ഡ് clay plates about 5000 years ago are considered the oldest maps. ഏത് മാപ്പാണ്? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ അല്ലെ. about 5000 years ago, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. On these plates, there were specific lines and symbols that helped to depict the peculiarities of even small place. ഇനിയും ഇവയിൽ എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കുവാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പം ഈ കളിമൺ പ്രതലത്തിൽ അല്ലെങ്കിൽ ഈ മെസപ്പൊട്ടേമിയൻ പ്ലേറ്റ്സിൽ എന്താണ് അടയാളപ്പെടുത്തിയിരുന്നത്? ഓൺ ദീസ് പ്ലേറ്റ്സ് ദെയർ വെയർ സ്പെസിഫിക് ലൈൻസ് അല്ലെ, പ്രത്യേക വരകളും ആൻഡ് സിംബൽസ്, ചിഹ്നങ്ങളും. എന്തിന്? ദാറ്റ് ഹെൽപ് ടു ഡെപിക്ട് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഈവൻ സ്മോൾ പ്ലേസ്, ചെറിയ പ്രദേശങ്ങളിലെ കുറിച്ച് അറിയാൻ വേണ്ടി അല്ലെ, ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും അതേപോലെ തന്നെ ചിഹ്നങ്ങളും ഈ കളിമൺ പ്രതലത്തിൽ അല്ലെങ്കിൽ ഈ മെസപ്പൊട്ടേമിയൻ പ്ലേറ്റ്സിൽ അടയാളപ്പെടുത്തിയിരുന്നു. അപ്പം മെസപ്പൊട്ടേമിയൻ മാപ്സ് ആണ് ഏറ്റവും പഴക്കമേറിയ മാപ്പായിട്ട് കരുതുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് കാർട്ടോഗ്രാഫി? എന്താണ് ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത്? വാട്ട് ഈസ് കാർട്ടോഗ്രാഫി? എന്താണ് ഭൂപടശാസ്ത്രം? ആൻസർ: കാർട്ടോഗ്രാഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. എന്താണ് ഭൂപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. കാർട്ടോഗ്രാഫി ഈസ് ദ സയൻസ്, ഒരു സയൻസ് ആണ്, ശാസ്ത്രശാഖയാണ് അല്ലെ, ഓഫ് മാപ്പ് മേക്കിംഗ്.
ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി അല്ലെങ്കിൽ ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രാഫി? ആധുനിക ഭൂപടശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആധുനിക ഭൂപടശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രാഫി? ആൻസർ മെർക്കാറ്റർ. ആരാണ്? മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപടശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ആ യൂണിറ്റിന്റെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ലെറ്റസ് സക്സസ് എന്ന ഭാഗത്തിൽ 4 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അത് കൂടിയുള്ള ഈ യൂണിറ്റിൽ. അപ്പം ആ 4ഉം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞ മുകളിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ടതാണെന്നല്ല, എല്ലാം ഓരോന്നും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റസ് സക്സസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ നോട്ട് ഓൺലി ദ പേഴ്സൺസ് ഹു മേക്ക് യൂസ് ഓഫ് മാപ്സ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അതായത് വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. പ്രസ്താവന സാധൂകരിക്കുക. എന്താണ്? സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആർ നോട്ട് ഓൺലി ദ പേഴ്സൺസ് ഹു മേക്ക് യൂസ് ഓഫ് മാപ്സ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ഈ പ്രസ്താവന സാധൂകരിക്കുക. ആൻസർ നോക്കാം. Answer: other than students and teachers, maps are also used by industrialists, historians, pilots, captains of ships for purpose like navigation, calculating distance to exact location, etc. അപ്പോൾ ആരൊക്കെയാണ്? അതർ ദാൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, കുട്ടികളെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂടാതെ മാപ്സ് ആർ ഓൾസോ യൂസ്ഡ് ബൈ ഇൻഡസ്ട്രിയലിസ്റ്റ്. മാപ്സ് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? ഇൻഡസ്ട്രിയലിസ്റ്റ്, വ്യവസായികൾ ഉപയോഗിക്കുന്നുണ്ട്, ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നുണ്ട്, പൈലറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ്, കപ്പിത്താന്മാർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പർപ്പസ് ലൈക്ക്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ്? ലൈക്ക് നാവിഗേഷൻ, അല്ലെ, അവർക്ക് യാത്രാമാർഗം അറിയാൻ വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി. അതേപോലെ തന്നെ കാൽക്കുലേറ്റിംഗ് ഡിസ്റ്റൻസ് ടു എക്സാക്ട് ലൊക്കേഷൻ, അല്ലെ, കാൽക്കുലേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ടു എക്സാക്ട് ലൊക്കേഷൻ, അല്ലെ. അപ്പം കൃത്യമായ ആ സ്ഥലത്തിലേക്കുള്ള അകലം, അല്ലെ, കൃത്യമായ ആ സ്ഥലത്തിന്റെ കൃത്യമായ അകലം, ഡിസ്റ്റൻസ്, എത്ര ദൂരമുണ്ട്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല ഇൻഡസ്ട്രിയലിസ്റ്റും ഹിസ്റ്റോറിയൻസും പൈലറ്റ്സും ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ് ഒക്കെ ഇവരെല്ലാം എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ മാപ്പ്. ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് വ്യക്തമാക്കുക. എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ മാപ്പ്. ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് വ്യക്തമാക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ തലക്കെട്ട്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ തലക്കെട്ട്. അപ്പൊ എന്താണ് തലക്കെട്ട്? അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. തലക്കെട്ട് എന്താണെന്നുള്ളത്. ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡെപിക്റ്റഡ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ മാപ്പ്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്. ഇവ പൊതുവെ എവിടെയാണ് കാണപ്പെടുന്നത്? ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്താണ് കാണിച്ചിരിക്കും, അല്ലെ. ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കും. അപ്പൊ എന്താണ് ടൈറ്റിൽ? ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡെപിക്റ്റഡ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ മാപ്പ്. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്. ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കും. അടുത്ത നമുക്ക് സ്കെയിൽ. എന്താണ് സ്കെയിൽ എന്ന് നോക്കാം. സ്കെയിൽ അല്ലെങ്കിൽ തോത്, മലയാളത്തിൽ തോത് എന്ന് പറയും. അപ്പൊ അടുത്ത എസെൻഷ്യൽ എലമെന്റ്സ് ആണ്, അതായത് അവശ്യ ഘടകങ്ങളിൽ രണ്ടാമത്തേതാണ്, ബി ആണ് തോത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തോത് എന്ന് നോക്കാം. സ്കെയിൽ ഈസ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ഓൺ ദ എർത്ത്. അതായത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്, അല്ലെ. Scale is the relative distance used to represent the distance between two places on the earth. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലത്തെയാണ് നമ്മൾ തോത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിക്ക്. എന്താണ് ഡയറക്ഷൻ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിക്ക് എന്താണ്? ദിക്ക്. ഡയറക്ഷൻ ഈസ് ദ അനദർ മേജർ എലമെന്റ് ഓഫ് എ മാപ്പ്. ഭൂപടങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ദിക്ക് അല്ലെങ്കിൽ ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷൻ ഈസ് ദ അനദർ മേജർ എലമെന്റ് ഓഫ് എ മാപ്പ്.
നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആർ 4 മേജർ ഡയറക്ഷൻ. ഏതൊക്കെയാണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവയാണ് 4 പ്രധാനപ്പെട്ട ഡയറക്ഷൻസ്, ദിക്കുകൾ. ഇനിയും ഈ മേജർ ഈ ഡയറക്ഷനെ വീണ്ടും ഇതിന്റെ സബ് ഡിവൈഡഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മേജർ ഡയറക്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 സബ് ഡിവിഷൻസ് ആസ് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. അതായത് ഈ പ്രധാന ദിക്കുകളെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ഉപദിക്കുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് ഉപദിക്കുകൾ? ഏതൊക്കെയാണ്? സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്. ഏതാണ് നോർത്ത് ഈസ്റ്റ്? വടക്ക് കിഴക്ക്. അടുത്ത സൗത്ത് ഈസ്റ്റ് ഏതാണ്? സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക്. അടുത്ത സൗത്ത് വെസ്റ്റ് ഏതാണ്? തെക്ക് പടിഞ്ഞാറ്. അടുത്ത നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ്. ഇതാണ് ഡയറക്ഷനെ കുറിച്ച്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞ അക്ഷാംശ രേഖകൾ, ലോങ്ങിറ്റ്യൂഡ്സ് പറഞ്ഞ രേഖാംശ രേഖകൾ. നോക്കാം എന്താണ്. ഇമാജിനറി സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ്. അതായത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇമാജിനറി സർക്കിൾസ് ആണത്. ഡ്രോൺ പാരലൽ സമാന്തരമായി എന്തിന്? ടു ദ ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക്, അല്ലെ? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഇനി ലോങ്ങിറ്റ്യൂഡ്സ് എന്താണെന്ന് നോക്കൂ. ഇമാജിനറി സെമി സർക്കിൾ ദാറ്റ് ജോയിൻസ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ കോൾഡ് ലോങ്ങിറ്റ്യൂഡ്സ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ, അല്ലെ? ഇമാജിനറി സെമി സർക്കിൾ ദാറ്റ് ജോയിൻസ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്, അല്ലെ? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള, അതാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്, അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് എന്ത്? ലോങ്ങിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ദ മാപ്പ്, അതായത് ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ. അതിനകത്തില് അടുത്തതാണ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ് ലൈക്ക് മൗണ്ടെയിൻസ്, പ്ലേറ്റസ്, പ്ലെയിൻസ്, വാട്ടർ ബോഡീസ്, റൂട്ട്സ്, സെറ്റിൽമെന്റ്സ്, agricultural lands, etc. are depicted on maps using internationally accepted colors, signs and symbols. അതായത് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, പാർപ്പിടങ്ങൾ, കൃഷിയിടങ്ങൾ മുതലായവ ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ് ലൈക്ക് മൗണ്ടെയിൻസ്, മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, പ്ലേറ്റസ് പീഠഭൂമികൾ, പ്ലെയിൻസ് സമതലങ്ങൾ, വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ, റൂട്ട്സ് ഗതാഗത മാർഗങ്ങൾ, സെറ്റിൽമെന്റ്സ് പാർപ്പിടങ്ങൾ, അഗ്രികൾച്ചറൽ ലാൻഡ്സ് കൃഷിയിടങ്ങൾ, അല്ലെ, എക്സെട്ര ആർ ഡെപിക്റ്റഡ് ഓൺ ദ മാപ്പ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് കാണിക്കാൻ വേണ്ടി യൂസിങ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കളേഴ്സ് ആൻഡ് സൈൻസ് ആൻഡ് സിംബൽസ്, അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. അടുത്ത ലാസ്റ്റ് എലമെന്റ്, അവസാനത്തെ ആവശ്യകത എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചിക. അപ്പൊ എന്താണ് ഇൻഡെക്സ്? സൂചിക എന്ന് നോക്കാം. ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിംഗ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിംഗ്, അല്ലെ? ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ്. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക. ഇൻഡെക്സ് റെപ്രസെന്റ്സ് കളേഴ്സ് ആൻഡ് സൈൻസ് ഓൺ എ മാപ്പ്. ഇനി ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക, അല്ലെ? ഇൻഡെക്സ് റെപ്രസെന്റ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ദ കളേഴ്സ് ആൻഡ് സൈൻസ്, നിറങ്ങളെയും ചിഹ്നങ്ങളെയും, അല്ലെ, എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സൂചിക എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സ് എന്താണ്, സൂചിക എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റസ് എസ്എസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ സ്കെച്ച് ആൻഡ് എ പ്ലാൻ. രേഖാചിത്രവും രൂപരേഖയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? രേഖാചിത്രവും രൂപരേഖയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം?
അത് അല്ലെങ്കിൽ ആ വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതുക. രേഖാചിത്രവും രൂപരേഖയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് സ്കെച്ചസ്, രേഖാചിത്രങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ ആദ്യം എഴുതാം. അപ്പൊ ഇവിടെ സ്കെച്ചസ് എന്ന് എഴുതണം. എന്നിട്ട് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പൊ നോക്കാം. സ്കെച്ചസ് എന്താണ്, രേഖാചിത്രങ്ങൾ എന്താണെന്ന് നോക്കാം. സ്കെച്ചസ് ആർ ഡ്രോവിങ്സ് ഹാവിംഗ് ലിമിറ്റഡ് ഇൻഫർമേഷൻ about a place drawn from one's own memory or by observing that place. എന്താണ്? വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ. സ്കെച്ചസ് ആർ ഡ്രോവിങ്സ്, വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് അല്ലെ. ഹാവിംഗ് ലിമിറ്റഡ് ഇൻഫർമേഷൻ, വളരെ കുറച്ച് സവിശേഷതകൾ ഉൾപ്പെടുത്തി. എബൌട്ട് എ പ്ലേസ്, ഒരു സ്ഥലത്തെക്കുറിച്ച്. എങ്ങനെ? ഡ്രോൺ ഫ്രം എ വൺസ് ഓൺ മെമ്മറി, ഒരാളുടെ ഓർമ്മയിൽ നിന്നോ, ഓർ ബൈ ഒബ്സർവിംഗ് ദാറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ആ സ്ഥലം കണ്ടുകൊണ്ടോ വരച്ച് എടുക്കുന്നതിനാണ് നമ്മൾ സ്കെച്ചസ് അല്ലെങ്കിൽ രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്കെച്ചസിന്റെ മറ്റൊരു പ്രത്യേകത, ദർ ആർ നോ എക്സാക്ട് മെഷർമെന്റ്, കൃത്യമായ അളവുകൾ ഉണ്ടാവില്ല. ലൊക്കേഷൻ ഡീറ്റെയിൽസ് അല്ലെ, ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ്, കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, വിവരങ്ങൾ ഉണ്ടാവില്ല. കൃത്യമായ വിവരങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ച് ഉണ്ടാവില്ല. ആൻഡ് ഡയറക്ഷൻ, ദിക്കുകളെ കുറിച്ചൊന്നും അതിൽ ഉണ്ടാവില്ല. ദിക്കുകൾ ഏതൊക്കെയാണ്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെയുള്ള ദിക്കുകളൊന്നും ഈ സ്കെച്ചസിൽ ഉണ്ടാവില്ല. അപ്പം there are no exact measurements, location details and direction. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്കെച്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി പ്ലാൻസ് എന്താണ്? Plans are prepared based on an exact measurements, location details, scales and direction. അപ്പൊ എന്താണ് പ്ലാൻസ് എന്ന് പറയുന്നത്? പ്ലാൻസ് അല്ലെങ്കിൽ രൂപരേഖ അല്ലെ. അപ്പൊ എന്താണ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് രൂപരേഖ അല്ലെങ്കിൽ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ, അതേപോലെ തന്നെ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത് അല്ലെ. പ്ലാൻസ് ആർ പ്രിപ്പയർഡ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെന്റ്സ് അല്ലെ, കൃത്യമായ അളവുകളോടെ. മാത്രമാണോ? ലൊക്കേഷൻ ഡീറ്റെയിൽസ്, അവയുടെ സ്ഥാനം, സ്കെയിൽസ്, തോത് അല്ലെ, അതേപോലെ തന്നെ ഡയറക്ഷൻ, ദിക്ക് അല്ലെ. അപ്പം തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായ അളവുകളോടെ, കൃത്യമായ സ്ഥാനത്തോടെ ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് തയ്യാറാക്കുന്നവയാണ് നമ്മൾ പ്ലാനുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെന്റ്സ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്കെച്ചും പ്ലാനും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യൂണിറ്റിലെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഈ യൂണിറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 4th വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ സ്കെയിൽ ഓഫ് എ മാപ്പ് ഈസ് 1 cm to 15 km. ഒരു ഭൂപടത്തിന്റെ തോത് 1 സെന്റിമീറ്ററിന് 15 കിലോമീറ്റർ ആണ്. അസ്യൂം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് ഓൺ ദ മാപ്പ് ഈസ് 10 cm. ആ ഭൂപടത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം 10 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. Find out the actual distance between these 2 places on the earth. ഭൂമിയിൽ ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം കണക്കാക്കുക. അപ്പം എന്താണ്? ദ സ്കെയിൽ ഓഫ് എ മാപ്പ് ഈസ് 1 cm to 15 km. ഒരു ഭൂപടത്തിന്റെ തോതെന്ന് പറയുന്നത് 1 സെന്റിമീറ്ററിന് 1 കിലോമീറ്റർ ആണ്. ആ ഭൂപടത്തിലെ അസ്യൂം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് ഓൺ ദ മാപ്പ് ഈസ് 10 cm. ആ ഭൂപടത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം 10 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഫൈൻഡ് ഔട്ട് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പ്ലേസസ് ഓൺ ദ എർത്ത്. എങ്കിൽ ഭൂമിയിൽ ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം കണ്ടെത്താനാണ്. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് 1-2 സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാത്സിന്റെ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പായിട്ട് എഴുതുമല്ലോ, അതിനകത്ത് ഓരോ വഴികളായിട്ട് എഴുതുമല്ലോ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ദ സ്കെയിൽ ഓഫ് എ മാപ്പ്, ഭൂപടത്തിന്റെ തോത് എത്രയാണ്? 1 cm to 15 km. 1 സെന്റിമീറ്ററിന് 15 കിലോമീറ്റർ, അതാണ് ഭൂപടത്തിന്റെ തോത്. അടുത്ത സ്റ്റെപ്പ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് ഓൺ എ മാപ്പ്. 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 10 സെന്റിമീറ്റർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. 10 സെന്റിമീറ്റർ ആണ് 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പ്ലേസസ്, അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം, അല്ലെങ്കിൽ ഭൂമിയിൽ ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം ഈക്വൽ എത്ര എഴുതാം? അപ്പോൾ 10 സെന്റിമീറ്റർ ആണ് 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 15 കിലോമീറ്ററിന് തുല്യമാണ്. അപ്പോൾ ടോട്ടൽ
എത്രയുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? 10 സെന്റിമീറ്ററിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ ആണ്. അപ്പോൾ 10 സെന്റിമീറ്റർ എന്ന എത്ര കിലോമീറ്റർ ആണ്? 10 × 15 ഈക്വൽ 150 കിലോമീറ്റർ, 150 കിലോമീറ്റർ അല്ലെ. 10നെ 15 കൊണ്ട് ഗുണിക്കാൻ എളുപ്പവഴി 0 ചേർത്താൽ പോരെ. 15 എഴുതിയിട്ട് 0 ചേർത്താൽ മതി, ഒരു 0 ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ 150 കിലോമീറ്റർ ആണ് ഈ ഭൂമിയിൽ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഈ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് നോട്ട്ബുക്കിലോട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മുഴുവനും എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6ാമത്തെ യൂണിറ്റ് ഇപ്പോൾ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 7ാമത്തെ യൂണിറ്റ് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ക്ലാസ് നമ്മൾ കുറച്ച് ലേറ്റ് ആവുന്നത്, വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വി ക്യാൻ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. ഓൾ ഓഫ് യു ടേക്ക് കെയർ. താങ്ക് യു. ബൈ.